ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖാംനയി എവിടെയാണുള്ളത്? അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ വീഡിയോക്ക് മുന്നിലോ അദ്ദേഹം വരുന്നില്ല. അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളും വരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന അഭ്യൂഹങ്ങൾ പലതും പരന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇറാന്റെ വളരെ മുതിർന്ന സൈനിക നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ തലവൻ മുജ്തബ ഖാംനയി അദ്ദേഹം ഒരു യുവാവാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായി യാതൊരു പ്രശ്നവുമില്ല. അദ്ദേഹം രാഷ്ട്രത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്ന അഭ്യൂഹത്തിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അദ്ദേഹത്തെ ലക്ഷ്യമിടാൻ വേണ്ടി ഇസ്രയേലും അമേരിക്കയും വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്ന കാര്യം അവർക്കറിയില്ല. എന്നാൽ മൊസാദിന് അവർ എവിടെയാണ് ഉള്ളത് എന്ന സ്ഥാനം നിർണയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കിംവദന്തി പരത്തിക്കൊണ്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ, അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ, ഇവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുക എന്നതാണ് മൊസാദ് ഇപ്പോൾ വളരെ പ്രധാനമായും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. എന്നാൽ അത്തരത്തിലുള്ള ഒരു വിവരം ലഭിക്കാതിരിക്കാനാണ് ഇപ്പോൾ മുജ്തബ ഖാംനയി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് റവല്യൂഷണറി ഗാർഡ് IRGC ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രസ്താവന ഇറാന്റെ സൈനിക നേതാവ് IRGCയുടെ തലവൻ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ സൈന്യം, അത് പരമോന്നത നേതാവ് മുജ്തബ ഖാംനയിക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ ആജ്ഞകൾ, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിലായി പ്രവർത്തിക്കാൻ സജ്ജമാണ് സൈന്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലും അമേരിക്കയും പരാജയപ്പെടുന്നത്. ഇറാനിൽ ഭിന്നത ഉണ്ട് എന്ന് വരുത്തി തീർക്കുക, അവിടെയുള്ള പൊളിറ്റിക്കൽ നേതാക്കന്മാരും സൈനികരും തമ്മിൽ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കുക, അതല്ലെങ്കിൽ ജനങ്ങൾ ഇപ്പോൾ ഭരണകൂടത്തിന് എതിരാണ് എന്ന് വരുത്തി തീർക്കുക, ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചാര സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി മീഡിയകളെ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വസ്തുത അതല്ല. വളരെ കൃത്യമായി രാഷ്ട്രം അവരുടെ റവല്യൂഷണറി ഗാർഡ് തലവൻ മുജ്തബ ഖാംനയിക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നാണ് ഇറാൻ വൃത്തങ്ങളെല്ലാം സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.